ടി കെ രാജ്മോഹൻ റിട്ടയർഡ് NIA ഉദ്യോഗസ്ഥനാണ്. വീണ്ടും സ്വാഗതം സർ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അന്വേഷണം എങ്ങനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് നേരത്തെ ഉണ്ടായ പുൽവാമ ആക്രമണം, തുടർന്ന് പഹൽഗാം ആക്രമണം, തുടർന്ന് ഉണ്ടായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഈ ആക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ സ്ഫോടനത്തിന് പങ്കുണ്ട് എന്ന് കരുതാമോ? അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? സംശയിക്കാം, തീർച്ചയായിട്ടും സംശയിക്കാം. കാരണം പഹൽഗാം അറ്റാക്കിന് ശേഷം അതിൻ്റെ കൗണ്ടർ അറ്റാക്ക് വളരെ എഫക്റ്റീവായിരുന്നു. നമ്മുടെ കൗണ്ടർ ആക്ഷൻ വളരെ എഫക്റ്റീവായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമ്മൾ ശത്രുവിൻ്റെ അവരുടെ പാളയത്തിൽ ചെന്ന് തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഉന്മൂലനം സെലക്റ്റീവായിരുന്നു അത്. കാരണം അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവിടുത്തെ ഈ ടെറർ മോഡ്യൂൾസിനെ അറ്റാക്ക് ചെയ്യായിരുന്നു. വളരെ എഫക്റ്റീവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ചൂടും ചൊരുക്കും ആ ഏജൻസിക്ക് ഉണ്ടാവും. ഈ അവിടുത്തെ ടെറർ മോഡ്യൂൾസിന് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ സംവിധാനത്തോടൊരു സ്വാഭാവികമായിട്ടും ഒരമർഷവും ദേഷ്യവും പല വികാരങ്ങളുണ്ടാവും. കാരണം പാകിസ്ഥാൻ്റെ അകത്ത് ചെന്നിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, അതും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ചെറുപ്പക്കാരെ കൂടെ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏർപ്പെടാൻ തയ്യാറാക്കുന്ന ചെറുപ്പക്കാരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൂടുതൽ ഇതിനെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റിയിട്ടുള്ള ചില മോഡ്യൂൾസ് ആയിരിക്കാം ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നവർ. അപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരെങ്കിലും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ആക്ഷനൊക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം ഈ ഡോക്ടേഴ്സൊക്കെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റതും ആ ആക്ടിവിറ്റിയൊക്കെ നമ്മൾ ക്ലോസ് വാച്ച് ചെയ്യാൻ പറ്റതും. അപ്പോൾ നമ്മുടെ ആക്ഷൻ, അതായത് കൗണ്ടർ ഇൻ്റലിജൻസായ ആ ആക്ഷൻ ഉണ്ടല്ലോ, ആ ആക്ഷൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മോഡ്യൂൾസുകളെ അമ്പരപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല, പിന്നെ അവർക്ക് അവരുടെ അണികൾ നഷ്ടപ്പെട്ടു പോകും. അവരെ കൂട്ടത്തിൽ നിൽക്കുന്ന വിവരമില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, അല്ലെങ്കിൽ അവർ ഈ തീവ്രവാദം കുത്തിവെച്ച ചെറുപ്പക്കാരുണ്ട്, അവരെ നഷ്ടപ്പെടും. അപ്പോൾ അത് കൂടി അങ്ങനെ ഒരു രണ്ട് ആക്ഷനാണിതിൽ. ഒന്ന്, കൈവശമുള്ള ചെറുപ്പക്കാർ നഷ്ടപ്പെടാതിരിക്കുക, പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അമർഷം, ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള മോഡ്യൂൾസ് പുറത്ത് വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെറർ ഫണ്ടിങ് അവർക്ക് കിട്ടും. കാരണം ഈ ഫണ്ടിങ്ങിനും ഇതുപോലെ ആക്ടിവിറ്റി വേണം. ഇതുപോലെ ആക്ടിവിറ്റി ഇന്ത്യക്കകത്ത് നടത്തിയാൽ മാത്രമേ ഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ തയ്യാറാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആക്ഷനാണ് സാധാരണ ഈ ടെറർ മോഡ്യൂൾസ് കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റിയെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ട എല്ലാ കപ്പാസിറ്റിയും നമുക്കുണ്ട്. അത് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഏജൻസികളും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചില വീഴ്ചകൾ വരുമ്പോഴാണ് നമ്മൾ ചില വീഴ്ചകൾ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഴ്ചകൾ ഇനിയുള്ള ഇൻവെസ്റ്റിഗേഷനിലും ഇനിയുള്ള ആക്ടിവിറ്റിയിലും എവിടെയാണ് വീഴ്ച പറ്റി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഇവിടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തത്, എങ്ങനെയാണ് ആ ഭാഗം കൂടി കണ്ടുപിടിച്ച് നമുക്ക് ഇതുപോലെ ചെറുപ്പക്കാർ, ഇതുപോലെയുള്ള പ്രൊഫഷണൽസിനാണ്, അതായത് വിവരവും വിദ്യാഭ്യാസമുള്ള ചില ചെറുപ്പക്കാരെ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത് എന്തുകൊണ്ടാണ്? അതുകൂടി നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും കൂടി ഇതും കൂടി ഭാവിയിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പരിധിവരെ നമ്മൾ വിജയിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചില വീഴ്ചകളൊക്കെ പറ്റുന്നുണ്ട്. അതുകൂടി ഇനി ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ. മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്ന് അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.